2024 ലോക്സഭാ ഇലക്ഷൻ 7 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. 543 മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടം നാളെ മെയ് 7 നടക്കുകയാണ്. 18ാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ 11 സംസ്ഥാനങ്ങളിലെ 93 മണ്ഡലങ്ങളിലേക്കാണ് വിധിയെഴുത്ത് നടക്കുക. ഗുജറാത്തിലെ സൂറത്ത് ഒഴികെയുള്ള 25 മണ്ഡലങ്ങളിലും, കർണാടകയിലെ 14, മഹാരാഷ്ട്രയിലെ 11, ഛത്തീസ്ഗഡിലെ 7, ബീഹാറിലെ 5, ഉത്തർപ്രദേശിലെ 10, മധ്യപ്രദേശിലെ 9, ആസാമിലെയും ബംഗാളിലെയും 4 വീതം, ദാമൻ ദിയുവിലെയും ദാദ്ര ഹവേലിയിലെയും ഓരോ മണ്ഡലങ്ങളിലും, ഗോവയിലെ 2 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. കർണാടക, ആസാം, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഈ ഘട്ടത്തോടെ വോട്ടെടുപ്പ് പൂർണ്ണമാകും. ഗുജറാത്തിലെ സൂററ്റിൽ BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖ നേതാക്കൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗാന്ധിനഗറിൽ നിന്നും, ജ്യോതിരാദിത്യ സിന്ധ്യ ഗുണ മണ്ഡലത്തിൽ നിന്നും, പവാർ കുടുംബത്തിന്റെ ശക്തി കേന്ദ്രമായ ബരാമതിയിൽ നിന്നും സുപ്രിയ സുലെയും, കൂടാതെ ശിവരാജ് സിംഗ് ചൗഹാനും പ്രഹ്ലാദ് ജോഷിയും കോൺഗ്രസിന്റെ അധിർ രഞ്ജൻ ചൗധരിയും ദിഗ്വിജയ് സിംഗുമാണ് മാറ്റുരയ്ക്കുന്നത്. മൂന്നാം ഘട്ടത്തിൽ കർണാടകയിലെ 14 മണ്ഡലങ്ങളും BJPക്കും കോൺഗ്രസിനും ഒരുപോലെ നിർണായകമാണ്. കഴിഞ്ഞ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ കയറിയതിനു ശേഷമുള്ള ആദ്യ ജനവിധിയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കാത്തിരിക്കുന്നത്. എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കയറിയിരിക്കുവാൻ കോപ്പുകൂട്ടുന്ന DK ശിവകുമാറിന്റെ വെല്ലുവിളി മാത്രമല്ല, ശക്തമായ മോദി ഷാ പ്രചരണങ്ങളെ അതിജീവിക്കുക കൂടി തന്നെ വേണം അദ്ദേഹത്തിന്. BJP നേടുവാൻ സാധ്യതയുള്ള വലിയ വിജയം കർണാടക സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുമെന്ന് സിദ്ധരാമയ്യയ്ക്ക് വ്യക്തമായി അറിയാം. കഴിഞ്ഞ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ പിൻസീറ്റിൽ ഇരിക്കേണ്ടി വന്ന BS യെദ്യൂരപ്പയുടെ ഇപ്പോഴുള്ള നിറസാന്നിധ്യവും BJPക്ക് മുതൽക്കൂട്ടാവും. അദ്ദേഹത്തിന്റെ മകനായ വിജയേന്ദ്രയാണ് ഇപ്പോൾ BJP സംസ്ഥാന ഘടകത്തിന്റെ പ്രസിഡന്റ്. 4 വട്ടം മുഖ്യമന്ത്രിയായിരുന്ന യെദ്യൂരപ്പ BJPയിലെ മാത്രമല്ല കർണാടക സംസ്ഥാനത്തിലെ തന്നെ വളരെ മുതിർന്ന നേതാവാണ്. ഒരു പരിധിവരെ ജാതി സമവാക്യങ്ങൾ തന്നെയാണ് കർണാടകയിൽ വിജയം നിശ്ചയിച്ചു പോന്നിരുന്ന ഘടകങ്ങൾ. അതിലുപരിയായി പ്രധാനമന്ത്രി മോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും വികസനത്തിന്റെ ലേബലിൽ വിജയം കൊണ്ടുവരുവാൻ സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മധ്യപ്രദേശിൽ കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവും അവരുടെ MLAയുമായ നിർമ്മല സാപ്രെ പാർട്ടി വിട്ട് BJPയിൽ ചേർന്നതും നേതാക്കളുടെ ദേശീയ തലത്തിൽ നിന്നുള്ള പിരിഞ്ഞുപോക്കും കോൺഗ്രസിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. കർണാടകയിൽ തിരിച്ചടി നേരിടുകയാണെങ്കിൽ കോൺഗ്രസ് സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ പരിങ്ങലിലാവുമെന്ന് വ്യക്തമാണ്.